بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തു ശുആറാ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നാം പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ നമുക്ക് പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാസീം മീം. ഇവിടെ 3 അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. നാം ഇതിനു മുമ്പ് പഠിച്ചു കഴിഞ്ഞ സൂറത്തു നംല് ത്വാസീൻ എന്ന് 2 അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നു. അതിനു മുമ്പ് കഴിഞ്ഞ സൂറത്തുൽ ഖസസ് ഇതേ രൂപത്തിൽ ആരംഭിക്കുന്ന ഒരു സൂറത്താണ്. ഇതും 1-ാമത്തെ വചനവും 2-ാമത്തെ വചനവും ഒക്കെ അങ്ങനെ തന്നെ സൂറത്തുൽ ഖസസിലും ആവർത്തിക്കുന്നുണ്ട്. ത്വാസീം മീം. അവിടെ നാം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നോ അതൊക്കെയും ഇവിടെ ഓർക്കേണ്ടതാണ്. സൂറത്തുൽ ഖസസിൻ്റെ ആരംഭത്തിൽ എന്താണ് ചുരുക്കി സൂചിപ്പിക്കാം. ത്വാ എന്ന് പറയുമ്പോൾ ഹുറൂഫ് മുഖത്താ, അൽ ഹുറൂഫുൽ മുഖത്താ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തിൻ്റെ 29 സൂറത്തുകളുടെ തുടക്കത്തിൽ വന്നിട്ടുള്ളതായ കേവലാക്ഷരങ്ങൾ, അതിൽപ്പെട്ട അക്ഷരങ്ങളാണല്ലോ ഇവ. ത്വാ എന്ന് പറയുമ്പോൾ ത്വബീഇയായ ദീർഘം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തഫ്ഖീം ചെയ്യേണ്ട കടുപ്പമുള്ള അക്ഷരമാണ് ത്വാ. അതിൻ്റെ അലിഫിലും തഫ്ഖീം നിലനിർത്തുക, ത്വാ എന്ന് പറയുക. ഇത് ത്വാ എന്ന് കൂടുതൽ നീട്ടാൻ പാടില്ല. നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി കാണാം, മുസ്ഹഫിൽ എഴുതിയിട്ടുള്ളത്. അടുത്ത 2 അക്ഷരങ്ങൾക്ക് മുകളിലാണ് മദ്ദിൻ്റെ ചിഹ്നം, ദീർഘത്തിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുള്ളത്, അടയാളം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവയിൽ ലാസിമായ 6 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം നൽകണം. അതിൻ്റെ പേര് പറയാം, ചുരുക്കി പറയാം. ത്വാ എന്ന് പറയുമ്പോൾ ത്വബീഇയ ദീർഘം മാത്രമേ നൽകുകയുള്ളൂ. എത്ര അക്ഷരങ്ങൾക്കാണ് ലാസിമായ ദീർഘം വരുന്നത്, ഏതൊക്കെ വരാത്തത്, ത്വബീഇയ ദീർഘം മാത്രം വരുന്നത്, ഇതൊക്കെ നമ്മൾ വിശദമായി മുമ്പ് പരാമർശിച്ചതാണ്. ഹയ്യുൻ, ത്വഹുർ, ഹ യ ത്വ ഹ റ ഈ അക്ഷരങ്ങൾക്ക് ത്വബീഇയ ദീർഘം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അലിഫ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറ പോലെയുള്ള, നാം മുമ്പ് പഠിച്ച സൂറത്തുൽ അങ്കബൂത്ത്, ലുഖ്മാൻ, സജ്ദ പോലെയുള്ള സൂറത്തുകളിലുള്ള അലിഫ് എന്നതിൽ ദീർഘത്തിൻ്റെ പ്രശ്നവും വരുന്നില്ല. അലിഫ് എന്നാണ് അത് വായിക്കുക. എന്നാൽ കം നഖസ അസൽ അല്ലെങ്കിൽ നഖസ അസലുക്കും എന്ന് പറയാവുന്ന ആ ജുംലയിലുള്ള അക്ഷരങ്ങൾക്കാണ് ദീർഘങ്ങൾ, അതായത് ലാസിമായ ദീർഘം നൽകേണ്ടതായ അക്ഷരങ്ങൾ വന്നിട്ടുള്ളത്. കാഫ്, മീം, നൂൻ, ഖാഫ്, സ്വാദ്, ഐൻ, സീൻ, ലാം ഈ അക്ഷരങ്ങൾ, ഇവയിലാണ് ലാസിമായ ദീർഘം വരിക. ചുരുക്കി പറയാം, ത്വാ സീൻ ഇതിലുള്ള ദീർഘമാണ് മദ് ലാസിം ഹർഫി മുസഖൽ. ഈ സീനിൽ ഉള്ള ദീർഘത്തിൻ്റെ പേരാണ് മദ് ലാസിം ഹർഫി മുസഖൽ. ലാസിം എന്നാൽ നിർബന്ധമായും 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ട ദീർഘം, ശേഷം സ്ഥിരപ്പെട്ട സുക്കൂൻ വരുന്നതുകൊണ്ട് ഇവിടെ സീം എന്ന് പറയുമ്പോൾ നാം അവിടെ സുക്കൂനെ ഉച്ചരിക്കുന്നു ദീർഘാക്ഷരമായ അതിന് ശേഷം. അത് സ്ഥിരപ്പെട്ടതാണ്, ഒരിക്കലും പോവാത്തതാണ്, വസ്ലിലും വഖഫിലും സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ലാസിം. ഇതൊരു ഹർഫാണ്, ഒരു അക്ഷരമാണ് എന്നതുകൊണ്ടാണ് ഹർഫി എന്ന് പേര് പറയുന്നത്. ശേഷമുള്ള മീമിന് ഷദ്ദ് വരുന്നു എന്നതുകൊണ്ടാണ് മുസഖൽ എന്ന് പേര് പറയുന്നത്. എന്ന് മാത്രമല്ല അന്ത്യത്തിൽ വരുന്ന നൂനിനെ അടുത്ത മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുകയും വേണം.
മീമിന് ഷദ്ദ് വരുന്നു, അങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. എന്നാൽ മീം എന്നതിലെ ദീർഘമാവട്ടെ ലാസിം മുഖഫഫാണ്. ലാസിം ഹർഫി മുഖഫഫ് എന്നാണ് അതിൻ്റെ പേര്. അതിലും ദീർഘം 6 ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമാണ്. സ്ഥിരപ്പെട്ട സുക്കൂൻ അന്ത്യത്തിലുണ്ട് മീം എന്ന് പറയുമ്പോൾ. ഇവിടെ ഷദ്ദ് വരാത്തത് കൊണ്ട് മുഖഫഫ് എന്ന് പേര് പറയുന്നു. ഇതൊക്കെ നാം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അപ്പോൾ ത്വാസീം മീം എന്ന് പാരായണം ചെയ്യണം. ചേർത്ത് ഓതുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. സാക്കിനത്തായ മീം അന്ത്യത്തിലുണ്ട്, അതിന് ഇൽഹാർ ഷഫവി നൽകി. ത്വാസീം മീം തിൽക ആയാത്ത് എന്ന് മണിക്കാതെ വെളിവാക്കിക്കൊണ്ട് ഓതണം. മീം എന്ന് മീമിനെ മണിച്ചു പോരുന്ന അന്ത്യത്തിൽ വരുന്ന, മറിച്ച് ഇൽഹാർ ഷഫവിയാണ് ചേർത്ത് ഓതുമ്പോൾ ഉണ്ടാവുക. അവിടെ പ്രത്യേകിച്ച് ഹുക്മൊന്നും കൂടുതലായി പ്രത്യേകിച്ച് ഉണ്ടാകുന്നില്ല, അഥവാ ഇൽഹാർ ഷഫവി മാത്രം. നമുക്ക് ഒരായത്ത് അവസാനിക്കുന്നു എന്ന കാരണത്താൽ വഖഫ് ചെയ്യാം. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. ഈ വചനത്തിൽ പ്രത്യേകിച്ച് ഹുക്മുകളൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്, തർക്കീഖ് ചെയ്യേണ്ടവയാണ് എന്നതാണ്. തിൽക ആയാതു അൽ കിതാബി അൽ മുബീൻ. ഹുക്കും തജ്വീദി എന്ന് പറയാവുന്ന ഉന്നത്ത്, ദീർഘം, ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും തന്നെ ഇതിൽ പാലിക്കേണ്ടതായിട്ടില്ല. അൽ മുബീൻ എന്നതിൽ വരുന്നതായ ആരിദായ ദീർഘമാണ്. അത് ഒന്നുകിൽ ഖസ്ർ, അല്ലെങ്കിൽ തവസ്സുത്ത്, അല്ലെങ്കിൽ ഇഷ്ബാ എന്ന 3 രീതികളിൽ ഏതും സ്വീകരിക്കാം. തവസ്സുത്ത് ഉത്തമമാണ്. അൽ മുബീൻ എന്ന് 4 ഹറക്കത്തിൻ്റെ അളവിൽ നീട്ടിക്കൊണ്ട് നിർത്തുക. ലഅല്ലക ബാഖിഉൻ നഫ്സക്. ലഅല്ലക അക്ഷരങ്ങൾ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ഐന് ഹൽഖിയ ഹർഫാണ്, ശ്രദ്ധിക്കുക. ബാഖിഉൻ ബ എന്ന് പറയുന്ന ബാഖിഉൻ ഖാ ഇസ്തിഅലാഇൻ്റെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രം. ഐനിൻ്റെ തൻവീനിന് ശേഷമുള്ള നൂനിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ലഅല്ലക ബാഖിഉൻ നഫ്സക് അല്ലാ യകൂനൂ മുഅ്മിനീൻ. മുഅ്മിനീൻ അവിടെ ഹംസ മുഅ്മിനീൻ എന്ന വ്യക്തമായി പോയത് മുഅ്മിനീൻ എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇതാണ് ശ്രദ്ധിക്കുവാനുള്ളത്. ഇന്നശ ഇവിടെ സാക്കിനത്ത നൂനിനെ അടുത്ത നൂനിൽ പൂർണ്ണമായും ലയിപ്പിച്ച് പണിക്കുക. ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നൊക്കെ പേര് നൽകാം, പക്ഷേ ഇദ്ഗാം ബിഗുന്ന കാമിലാണ്. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മിസ്ലൈനി തമാസുലാണ് അവിടെ ഉള്ളത്. എന്ത് തന്നെയായാലും നൂനിന് സാക്കിനത്ത നൂനിന് ശേഷം നൂന് വന്നതുകൊണ്ട് ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി മണിക്കണം. ഇന്നശ നശ എന്ന് പറഞ്ഞപ്പോൾ ഹംസ സാക്കിനത്തായ ഹംസ നേരത്തെ പറഞ്ഞ മുഅ്മിനീൻ പറഞ്ഞതുപോലെ തന്നെ ഹംസയെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഷിദ്ദത്തുണ്ട്. ഇന്നശ നുനസ്സിൽ അലൈഹിം. നുനസ്സിൽ എന്താ പറയുക, ഫിഅൽ ലാമുൽ ഫിഅലാണ്. അന്ത്യത്തിൽ വന്ന സാക്കിനത്തായ ലാമിന് ഇൽഹാർ ചെയ്യുക എന്ന പൊതു നിയമം. അലൈഹിം അലൈഹിം എന്നതിലെ സാക്കിനത്തായ മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിക്കുക. ഇദ്ഗാം ഷഫവി എന്ന് പേര് പറയാം. ഷദ്ദുള്ള മീമ് ഒറ്റ മീമാക്കി ഉച്ചരിക്കണം. അലൈഹിം മിനസ്സമാ. ഈ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. അലിഫിന് നിർബന്ധമായും 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. മിനസ്സമാഇ ആയതൻ ഫളല്ലത്. ആയതൻ എന്ന തൻവീനിന് ശേഷം ഫ വന്നതുകൊണ്ട്
ഇഖ്ഫ ഹഖീഖി നൽകി, മറച്ച് മണിക്കണം. മണിക്കലിൽ തർക്കീഖാണ്. ആയതൻ ഫളല്ലത്, തഫ്ഖീം ചെയ്യുക. ഇസ്തിഅലാന്റെ ഹർഫാണ്, ളാഹിന് മാത്രമേ തഫ്ഖീമുള്ളൂ. ഫളല്ലത് അഅനാഖുഹും, അഅനാഖുഹും, ഹംസ ഐൻ എല്ലാം ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണ്, വ്യക്തമാക്കി ഉച്ചരിക്കണം. അഅനാഖുഹും, ഖാഫ് നിസ്ബിയ തഫ്ഖീം കൊടുക്കേണ്ട ഇസ്തിഅലാന്റെ ഹർഫാണ്. മൂന്നാമത്തെ ലെവലിലുള്ള അതിൻ്റെ തഫ്ഖീം നൽകി. അഅനാഖു, ഖു എന്ന് തടിപ്പിച്ച് പറയുക. അഅനാഖുഹും ലഹാ ഖാദിഈൻ, സാക്കിനത്ത് മീം ശേഷം ലാമുമാണ്. ഇൽഹാർ ഷഫഈ നൽകി മീമിനെ വെളിവാക്കി മണിക്കാതെ ഉച്ചരിക്കണം. ഖാദിഈൻ, ഖാ എന്ന് പറയുമ്പോൾ ഇസ്തിഅലാന്റെ തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട, സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതിനും അതിൻ്റെ ഖാ എന്ന അലിഫിനും തഫ്ഖീമാണ്. ഖാദിഈൻ, ദ്വാദും തഫ്ഖീം ചെയ്യേണ്ട അക്ഷരം, എന്നാൽ കസ്റ അതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രമാണ്. ഖാദിഈൻ വമാ യഅതീഹിം മിൻ, സാക്കിനത്ത് മീമും ശേഷം മീമും ഇദ്ഗാം ഷഫവി നൽകി രണ്ട് മീമിനെയും ഒറ്റ ശദ്ദുള്ള മീമാക്കി മണിക്കുക. വമാ യഅതീഹിം മിൻ ദിക്ർ, മിൻ ദിക്ർ അവിടെ സാക്കിനത്ത് നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. മണിക്കലിൽ തർക്കീഖാണ്. മിൻ ദിക്രിൻ മിനർ റഹ്മാൻ, ദിക്രിൻ എന്നതിലെ തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി മണിക്കുക. മിൻ ദിക്രിൻ മിനർ റഹ്മാനി മുഹ്ദസ്, അർ-റഹ്മാൻ റാഇനെ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കുക. മിനർ റഹ്മാനി മുഹ്ദസിൻ, മുഹ്ദസ് ഹാ വ്യക്തമാക്കണം. റഹ്മാനിലും മുഹ്ദസിലും ഒക്കെയുള്ള ഹാ തൊണ്ടയുടെ മധ്യമാണ് അതിൻ്റെ മഖ്റജ്. മുഹ്ദസിൻ ഇല്ല, തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ശേഷം ഹംസയാണ്. മുഹ്ദസിൻ ഇല്ല കാനൂ അൻഹു, അൻഹു ഈ പദത്തിലെ സാക്കിനത്ത് നൂനിനെയും ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. ഇല്ലാ കാനൂ അൻഹു മുഅ്രിദീൻ, അൻഹു മുഅ്രിദീൻ, സാക്കിനത്ത് നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം എന്ന് പറഞ്ഞു. മുഅ്രിദീൻ റാഇന് തർക്കീഖാണ്, കസ്റായതുകൊണ്ട്. ദ്വാദ് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം നൽകുന്ന സന്ദർഭമാണ്, കസ്റായതുകൊണ്ട്. മുഅ്രിദീൻ. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാസീം മീം. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനൂ മുഅ്മിനീൻ. ഇൻ നശഅ നുനസ്സിൽ അലൈഹിം മിനസ് സമാഇ ആയതൻ فظلت أعناقهم لها خاضعين. وما يأتيهم من ذكر من الرحمن محدث إلا كانوا عنه معرضين. സൂറത്തു ശുആറ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളാണ് നാം പാരായണം ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ത്വാ സീൻ മീം.
ഈ ഹർഫുകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണെന്ന് എന്നത് വ്യക്തമായി നമുക്ക് പറയാവതല്ലെങ്കിലും പല വ്യാഖ്യാനങ്ങളും മുഫസ്സിറുകൾ നൽകിയതായി കാണുവാൻ സാധിക്കും. ചിലർ ഇത് അള്ളാഹു സത്യം ചെയ്യുവാൻ വേണ്ടി പ്രയോഗിച്ചതാണ്. മറ്റു ചിലർ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ടതാണ് ഈ കേവലാക്ഷരങ്ങൾ എന്ന് പറഞ്ഞവർ. എന്നാൽ കൂടുതൽ സ്വീകാര്യമായ ഒരഭിപ്രായമായി നമുക്ക് കാണുവാൻ സാധിക്കുക, ഇത്തരം ഹർഫുകൾ അടങ്ങിയിട്ടുള്ള വ്യക്തമായ അറബി ഭാഷയിൽ അവതീർണമായ പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ ഇതാ ഓതപ്പെടുന്നു. തയ്യാറുണ്ടെങ്കിൽ ഇതിന് തുല്യമായ മറ്റൊന്ന് കൊണ്ടുവരൂ എന്ന വെല്ലുവിളിയാണ്. ഇത് ഇഅ്ജാസിൻ്റെ അമാനുഷികതയുടെ, പരിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികതയുടെ തെളിവായിട്ട് എടുത്തു പറയപ്പെട്ട കാര്യം കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ വ്യക്തമായി അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അള്ളാഹുവിനറിയാം. അള്ളാഹു ആലം. തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ, വ്യക്തമായ ഗ്രന്ഥത്തിലെ വചനങ്ങളാകുന്നു ഇവ. ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ, അവർ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ താങ്കളുടെ സ്വദേഹത്തെ നശിപ്പിച്ചു കളഞ്ഞേക്കാം, അഥവാ ആത്മഹത്യാപരമായ ഒരു നിലപാട് താങ്കൾ സ്വീകരിച്ചേക്കാം. അത്രത്തോളം മനപ്രയാസം അനുഭവിക്കുന്നു താങ്കൾ എന്ന് അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ വേണ്ടതില്ല. ഫലാ തദ്ഹബ് നഫ്സുക അലൈഹിം ഹസറാത്ത്, ഖേദിച്ച് അങ്ങേയറ്റത്തെ മനപ്രയാസം കാരണമായി അവരുടെ ആ നിലപാട് കാരണം താങ്കൾ നഫ്സിനെ തന്നെ പോക്കിക്കളയേണ്ടതില്ല, നശിപ്പിക്കേണ്ടതില്ല. فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. സൂറത്തുൽ കഹ്ഫ് 6 അല്ലാഹു പറയുന്നു, അങ്ങേയറ്റത്തെ മനപ്രയാസം കാരണമായി അവർ വിശ്വസിച്ചില്ലല്ലോ എന്ന കാരണത്താൽ താങ്കളുടെ നഫ്സിനെ, സ്വദേഹത്തെ തന്നെ നശിപ്പിക്കുമാറായിരിക്കുന്നു. അങ്ങനെയൊന്നും വേണ്ടതില്ല എന്ന് ആശ്വസിപ്പിക്കുന്ന വചനമാണിത്. അവർക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വേണമെങ്കിൽ അവിശ്വസിക്കാം. താങ്കൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ എന്ന സൂചനയാണ്. ഇൻ നശ നുനസ്സിൽ അലൈഹിം മിനസ് സമാഇ ആയ ഫളല്ലത് അഅനാഖുഹും ലഹാ ഖാദിഈൻ. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ആകാശത്ത് നിന്ന് ഒരു വ്യക്തമായ ദൃഷ്ടാന്തം തന്നെ നാം അവരുടെ മേൽ ഇറക്കുന്നതായിരിക്കും. അങ്ങനെ അവരുടെ മുതുക്, അവരുടെ പിരടികൾ അതിന് പൂർണ്ണമായും കീഴൊതുങ്ങുന്നതായിരിക്കും. ആവശ്യമെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തമായ അവരെ വിശ്വസിക്കുവാൻ നിർബന്ധിക്കുന്ന വിധത്തിലുള്ള ഒരു ദൃഷ്ടാന്തം നാം അവതരിപ്പിച്ചേക്കാം. പക്ഷേ നാം അങ്ങനെ ചെയ്യുന്നതല്ല. ആവശ്യമുള്ളവർക്ക് വിശ്വസിക്കാം, ആവശ്യമുള്ളവർക്ക് അവിശ്വസിക്കാം. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർദി കുല്ലുഹും ജമീഅ. അള്ളാഹു ഉദ്ദേശിക്കുകയായിരുന്നെങ്കിൽ ഭൂമിയിലുള്ള എല്ലാവരും വിശ്വസിച്ചേനെ. അതുകൊണ്ട് അഫഅൻത തുക്രിഹു الناس حتى يكونوا മുഅ്മിനീൻ, അവർ വിശ്വസിക്കുന്നത് വരെ താങ്കൾ ജനങ്ങളെ നിർബന്ധിക്കുകയോ? ഒരിക്കലുമില്ല, അങ്ങനെ വേണ്ടതില്ല. ഇക്രാഹ്, നിർബന്ധം ചെലുത്തേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. വീണ്ടും പല സ്ഥലങ്ങളിലായി ഇതേ ആശയം നൽകുന്ന വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം ഇവിടെ വ്യക്തമായി അവരുടെ മുമ്പിൽ തെളിവായി നിലനിൽക്കുകയാണ്. വേണമെങ്കിൽ അവർ സ്വീകരിച്ചു കൊള്ളട്ടെ എന്ന സൂചനയാണ് ഈ വചനത്തിലുള്ളത്. എന്നാൽ വമാ യഅതീഹിം മിൻ ദിക്രിൻ മിനർ റഹ്മാനി മുഹ്ദസിൻ ഇല്ലാ കാനൂ അൻഹു മുഅ്രിദീൻ. കാരുണികനായ അള്ളാഹുവിൽ നിന്ന് ഒരു ഉത്ബോധനവും തന്നെ അവർക്ക് വന്നെത്തുന്നില്ല. പുതിയതായ ഒരു ഉത്ബോധനവും തന്നെ, മുഹ്ദസായ പുതിയ ഒരു ഉത്ബോധനവും അവർക്ക് വന്നെത്തുന്നില്ല. ഇല്ലാ കാനൂ അൻഹു മുഅ്രിദീൻ, അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് അതിനെ അവഗണിച്ച് തള്ളിക്കളഞ്ഞിട്ടല്ലാതെ എന്ന് പറയുകയാണ്. കുല്ലമാ ജാഅഹും കിതാബും മിനസ് സമാഅ് അഅറദ അൻഹു അക്സറുൻ നാസ്. ഇമാം ഇബ്നു കസീർ നൽകുന്ന വ്യാഖ്യാനമാണ്.
ഓരോ ഗ്രന്ഥവും അവർക്ക് അവതരിപ്പിക്കപ്പെട്ടപ്പോഴൊക്കെയും അധികം ആളുകളും അതിൽ നിന്ന് പിന്തിരിയുകയാണ് ഉണ്ടായിട്ടുള്ളത്. സൂറത്ത് യൂസുഫിൽ അല്ലാഹു പറയുന്നു, വമാ അക്സറുൻ നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. താങ്കൾ ആഗ്രഹിച്ചിട്ട് എത്ര തന്നെ ആഗ്രഹിച്ചാൽ തന്നെയും അധികം ആളുകളും വിശ്വസിക്കുന്നവരല്ല. യാ ഹസ്രതൻ അലൽ ഇബാദ് മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നു, അടിമകളുടെ മേൽ എത്ര കഷ്ടം അവരുടെ കാര്യം. അവർക്കൊരു ദൂതനും തന്നെ വരുന്നില്ല, അവർ ആ ദൂതനെ പരിഹസിച്ചിട്ടല്ലാതെ എന്ന് പറയുകയാണ്. ഇതേ ആശയം നൽകുന്ന വേറെയും വചനങ്ങൾ നമുക്ക് കാണാം. ബാറക്കല്ലാഹു ഫീക്കും.